നമസ്കാരമുണ്ട് എല്ലാ സഹോദരങ്ങൾക്കും. ഇന്നും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. സ്നേഹപൂർവ്വം എല്ലാ സഹോദരങ്ങളെയും കൂട്ടുകാരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പതിവ് പറയുന്ന പോലെ തന്നെ ഇതുവരെ ഫോളോ ചെയ്ത, ഷെയർ ചെയ്ത, കമൻറ്റുകൾ അയക്കുന്ന, ലൈക്ക് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കും സഹോദരിമാർക്കും നന്ദി ഹൃദയത്തിൽ നിന്നും അറിയിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വേറൊരു ടൈപ്പാണ്. വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതിനേക്കാൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. ഇപ്പം എനിക്ക് കൂടുതൽ ലൈക്ക് കിട്ടുന്നത്, എനിക്ക് തോന്നുന്നത് ഇപ്പം അന്യഭാഷ എന്നുള്ളതാണെന്ന് തോന്നുന്നു. മലയാളികളെക്കാൾ കൂടുതൽ ഇപ്പം ലൈക്കൊക്കെ വരുന്ന മറ്റുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഹിന്ദിക്കാരാണ് കൂടുതലും. ഹിന്ദിയിലും പാകിസ്ഥാനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഹിന്ദിയിലും കൂടെ ചെയ്യണമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവർക്കൊന്നും മലയാളം പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ കാരണം ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കെല്ലാം ഹിന്ദി അറിയാം. നാട്ടിലിപ്പോൾ ഹിന്ദിക്കാർക്കുള്ളതുകൊണ്ട് ഹിന്ദി അറിയാം. പിന്നെ കൂടുതലും ഹിന്ദിക്കാരൊക്കെ ആകുമ്പോൾ ഹിന്ദിക്കാർക്ക് മനസ്സിലാവും, മലയാളികൾക്കും മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പോൾ യാത്രകളാണ് നല്ലത്. യാത്രകൾ മനസ്സിന് സന്തോഷം തരുന്നു, ശരീരത്തിന് സന്തോഷം തരുന്നു, ശരീരത്തിന് ആരോഗ്യം തരുന്നു. അങ്ങനെ യാത്രകളെന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മളെ മനസ്സിനും ശരീരത്തിനും സുഖം തരുന്ന ഇതാണ് യാത്രയെന്ന് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പലരും പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നു. അതുപോലെ ഞാൻ ഏറ്റവും യാത്ര ചെയ്തതിൽ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ യാത്രകൾ എനിക്ക് വാഹനം എന്ന് പറയുന്നത് എനിക്ക് ട്രെയിൻ യാത്രയാണ്. ട്രെയിൻ യാത്രയാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. പിന്നെ ആ ട്രെയിൻ യാത്ര ചെയ്തതിൽ എനിക്കിഷ്ടം ഏറ്റവും കൂടുതൽ പോകുന്നത് എനിക്ക് അമ്പലങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തരുന്നതും. കാരണം മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും തരുന്നത് അമ്പലങ്ങളിലെ യാത്രയാണ്. അത് ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രത്യേകിച്ച് മലയാളികൾക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും ക്ഷേത്രങ്ങളിൽ അമ്പലത്തിൽ പോകുന്നത്, അവിടെ പോയി തൊഴുന്നതെല്ലാം ഭയങ്കര മനസ്സിനും ശരീരത്തിനും സന്തോഷവും സുഖവും ആനന്ദം കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം. അതുപോലെ എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും ഓരോ അമ്പലങ്ങളുണ്ടാവും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമ്പലം, നല്ല അമ്പലം, നമുക്ക് പോകാൻ വീണ്ടും വീണ്ടും തോന്നുന്ന അമ്പലം. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമ്പലം, ഏറ്റവും ഞാൻ വിശ്വാസം അർപ്പിക്കുന്ന ഒരു അമ്പലം, എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന അമ്പലം, നാട്ടിൽ മാസത്തിൽ 2 മാസത്തിലൊരിക്കലെങ്കിലും ഞാൻ പോകുന്ന അമ്പലം, പിന്നെ ആ അമ്പലം ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന, അവിടെ തന്നെ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു അമ്പലം എന്ന് പറയുന്നത് സാക്ഷാൽ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന തിരുപ്പതിയിലെ തിരുമല വാഴുന്ന ശ്രീ വെങ്കടാചലപതി ഭഗവാനാണ്. എല്ലാവർക്കും അറിയാം. ഒരുമാതിരിപ്പെട്ടവരൊക്കെ പോയി കാണുമെന്ന് തോന്നുന്നു. പോവാത്തവരും കാണും, ഒരുപാട് പേര് പോയവരും കാണും. ആ പോകുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ആ യാത്ര തന്നെ വളരെ ഭാഗ്യമാണ്. ഒന്ന്. രണ്ടാമത് അവിടെ ദർശനം കിട്ടുന്നത്, അത് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ പോയി ദർശനം കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ച് പോയാൽ ഒരിക്കലും ഭഗവാന്റെ ദർശനം നമുക്ക് കിട്ടില്ല. ഭഗവാൻ തന്നെ തീരുമാനിക്കണം നമുക്ക് ദർശനം തരണമെന്ന്, ഈ ഭക്തന് ദർശനം നൽകണം എന്ന് ഭഗവാൻ തന്നെ തീരുമാനിക്കണം. അതാണ് അവിടുത്തെ പരമമായ സത്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല. ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന പലരും വിചാരിക്കുന്നുണ്ടോ, ഞാൻ പോയിട്ട് എനിക്ക് ദർശനം കിട്ടാതെ ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ടി വന്നിട്ടുണ്ടാവും എന്നുള്ള ചിന്തകൾ ചിലവർക്കെങ്കിലും ഉണ്ടാവും. അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്, എൻ്റെ അറിവിലും ഉണ്ട്. പോയിട്ട് ദർശനം കിട്ടാതെ തിരിച്ചു വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ആ ഭാഗ്യം 5-6 തവണ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. തിരുമല ഭഗവാന്റെ ദർശനം എനിക്ക് ഉണ്ടായി. അങ്ങനെ ഒരു പ്രാവശ്യം എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാലും ഞാൻ തിരിച്ചു വരാമെന്ന് അപ്പോഴും എനിക്ക് അങ്ങനെ ദർശനം കിട്ടി. അത് വേറൊരു വീഡിയോയിൽ പറയാം. ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് സാക്ഷാൽ തിരുമല വെങ്കടാചലപതി ഭഗവാന്റെ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ
ഞാൻ യാത്ര പോവുകയാണ്. നിങ്ങളെയും ഞാൻ എൻ്റെ കൂടെ ആ അമ്പലത്തിലേക്ക് യാത്രയ്ക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോകുന്നത് ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പോകുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കേരള എക്സ്പ്രസ്സിലേക്ക് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ്. സ്ലീപ്പിംഗ് കോച്ചിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം 2.5-3 വർഷമായതുകൊണ്ട് എനിക്ക് ഓർമ്മ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 2-3 ദിവസം മുമ്പ് ഞാൻ പോയിട്ടാണ് വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 480-500 രൂപയ്ക്ക് അകത്തായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 480-500 രൂപ കൊടുത്ത് നമുക്ക് ഓൺ സൈഡിലേക്ക് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. തിരിച്ചും റിട്ടേൺ കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 വശത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് ഒരു 3 ദിവസത്തെ യാത്രയെങ്കിലും മൊത്തത്തിൽ നമുക്ക് വേണം. അതിനനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. നമ്മൾ എത്ര പേരുണ്ടെങ്കിൽ അത്രയും പേര്. സ്ലീപ്പർ കോച്ചിലാണ് ബുക്ക് ചെയ്യുന്നത്. എ സി വേണ്ടവർക്ക് എ സി എടുക്കാം. അതിൻ്റെ പ്രൈസ് എനിക്ക് എത്രയാണെന്ന് അറിയില്ല. ഞാൻ സ്ലീപ്പറിലാണ് പോകുന്നത്. സ്ലീപ്പർ ആകുമ്പോൾ നമുക്ക് ട്രെയിനിൽ ഇരിക്കണം മാത്രമല്ല നടക്കാം. ഞാൻ കൂടുതൽ അങ്ങനെ ഇരിക്കാറില്ല. ഞാൻ ഒന്ന് വാതിൻ്റെ അവിടെയാണ് പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതാണ് ഒരു ശുദ്ധമായ വായുവും കിട്ടും. സുഖം അതാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ യാത്ര പോവുകയാണ്. എല്ലാവരും വരികയാണെങ്കിൽ എൻ്റെ കൂടെ വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് അതിൻ്റെ ഇടയിൽ തിരുവനന്തപുരം അല്ലാത്ത യാത്രക്കാർക്ക് എവിടെയാണ് കയറുന്നത് അവരുടെ സ്റ്റോപ്പിൽ നിന്ന് കയറാം. എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ വർക്കല ശിവഗിരി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലമേ ഉള്ളൂ. ഇത് ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത്. അപ്പോൾ ആലപ്പുഴ ഉള്ളവർക്ക് ഇതിൽ കയറണമെങ്കിൽ ഒന്ന് എറണാകുളത്ത് പോകണം, ഇല്ലെങ്കിൽ കോട്ടയം. അങ്ങനെ ഇതിൽ ഏതെങ്കിലും അവർ ഏതാണ് എളുപ്പം ആ വഴിയിൽ ആലപ്പുഴ ഉള്ളവർക്ക് വരാൻ പറ്റും. കോട്ടയം വഴി ആണ് ട്രെയിൻ പോകുന്നത്. കേരള എക്സ്പ്രസ് ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ 20, 25, 30 മറ്റോ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ആ സ്റ്റേഷനിൽ കൂടുതലൊന്നും എനിക്ക് അത്രയും ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല. വളരെ ആനന്ദം തന്നെ ഒരു യാത്രയാണ് ആ തിരുപ്പതിയിലേക്കുള്ള നമ്മളെ യാത്ര. ഒരുപാട് ആൾക്കാർ കൂടെ കാണും. നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അന്യ ജില്ലയിൽ നിന്ന് കയറുന്ന വരുന്നവരുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് മറ്റു സ്ഥലത്തു നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാൻ തിരുപ്പതി ചെന്നാൽ പല പല ടൈപ്പിലുള്ള ആൾക്കാർ, പല പല ഭാഷയിലുള്ള ആൾക്കാർ. അപ്പോഴും നമ്മൾ ആ യാത്ര തിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 12 മണിക്കുള്ള കേരള എക്സ്പ്രസ് കയറി കറക്റ്റ് 12 മണിയാകുമ്പോൾ ട്രെയിൻ എടുക്കും. അങ്ങനെ നേരെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. കിടക്കുന്നവർക്ക് കിടക്കാം, ഇരിക്കുന്നവർക്ക് ഇരിക്കാം. അവരവരുടെ കയറി ഉടനെ അവരവരുടെ ടിക്കറ്റ് നോക്കുന്നു. അവരുടെ ടിക്കറ്റ് നമ്പർ, സീറ്റ് നമ്പർ നോക്കി അവരുടെ സീറ്റ് കണ്ടുപിടിക്കുന്നു. സാധനങ്ങളെല്ലാം ഒതുക്കി വയ്ക്കുന്നു. ട്രെയിനകത്ത് കയറി പിന്നെ റിലാക്സ്. പിന്നെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നവർക്കാണെങ്കിൽ 12 മണിക്ക് അതിന് ശേഷം 2 മണിക്ക് 1 മണിക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാം. രാത്രി കൊണ്ടുവന്നവർക്കാണ്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ അവരവരുടെ സാധനങ്ങളല്ല അവരവർ സൂക്ഷിച്ച് വയ്ക്കുക. തൽക്കാലം ഒരു 3 ദിവസത്തെ ഡ്രസ്സെങ്കിലും കയ്യിൽ കരുതിയിരിക്കണം. പിന്നെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനെയുള്ള സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കരുതി വെച്ചിരിക്കുക. നമ്മൾ അങ്ങനെ ട്രെയിൻ യാത്ര പോവുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ട്രെയിൻ എടുക്കുന്നത്. കേരള എക്സ്പ്രസ് അത്ര വൃത്തിയും കാര്യങ്ങളൊന്നും ഉള്ളതല്ല. എന്നാലും കേരള എക്സ്പ്രസ്സാണ് തിരുപ്പതി യാത്രയ്ക്ക് ഞാൻ കണ്ടുവച്ചിട്ടുള്ള അനുയോജ്യം. കാരണം സമയം എൻ്റെ ടൈമിങ് കറക്റ്റാണ്. ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഒരു 11 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി, തിരുവനന്തപുരത്ത് എത്തിയാൽ മതി. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമുക്ക് പൊതിഞ്ഞെടുക്കാം. രാവിലത്തെ കാപ്പി കഴിച്ചിട്ട് പോകാം. രാത്രിയിലത്തെ ഭക്ഷണം നമുക്ക് കയ്യിലെടുക്കാം. എന്തെങ്കിലും പലഹാരം ആണെങ്കിൽ അങ്ങനെ, അല്ല ചോറ് കഴിക്കുന്നവർക്ക് അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഈ ട്രെയിനാണ് ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നത്. ആ ട്രെയിനിൽ കയറുക. അങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത കേരള എക്സ്പ്രസ് നമ്മൾ പോവുകയാണ്. പോയി ഭക്ഷണം കഴിക്കാനുള്ളവർ ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നവർ റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നു. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു. പിന്നെ രാവിലെ 4:15 മണിക്കൊക്കെ 4:10 തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ഈ ട്രെയിൻ. അപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോകും എന്നുള്ളവർ മൊബൈലിൽ അലാറം വയ്ക്കുക. ഒരു 4 മണിയോടുകൂടി അലാറം വയ്ക്കുക. കൃത്യമായിട്ട് ആ സമയത്ത് ഉണരും, ഇറങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരികയാണ്. ഞാൻ എന്തായാലും ഉറങ്ങാറില്ല, ചുമ്മാ കിടക്കാറാണ്. അതുകൊണ്ട് കൃത്യമായി ഞാൻ സമയത്ത് കൃത്യമായി ഉണരും. ഉറങ്ങാറില്ല, നോക്കി വെളിയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കിടക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി ഇതുവരെ ഞാൻ ട്രെയിൻ യാത്ര ഉറങ്ങിയിട്ടില്ല. പിന്നെ മാത്രമല്ല ഞാനും വൈഫും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാറില്ല. അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും എൻ്റെ നോട്ടം. അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അനുജനും വൈഫും മക്കളും നമ്മളെല്ലാവരും പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ഒരുപാട് യാത്ര ഞാൻ പോയിട്ടുണ്ട്, അമ്പലങ്ങൾ തോറും പോയിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം, ആഗ്രഹവും
എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നു, ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു അമ്പലമാണ് ഈ അമ്പലം തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് ഈ അമ്പലം എല്ലാവർക്കും പോയി എത്തിപ്പെടാനും ദർശനം കിട്ടാനും സാധിക്കുന്നതല്ല. മാത്രമല്ല ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും കഴിഞ്ഞ് വേണം ഭഗവാന്റെ ദർശനം കിട്ടാൻ. അതാണ് ശരിക്കും വൈകുണ്ഠം എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മൾ രാവിലെ രാത്രി കിടന്നുറങ്ങി, ആവശ്യമുള്ള ഉറങ്ങുന്നു, ഇല്ലാത്തവർ ഉറങ്ങുന്നില്ല. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നു. രാവിലെ അങ്ങനെ 4:10 ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നു. നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളെ സാധനങ്ങളെല്ലാം ബാഗുമെല്ലാം എടുക്കുന്നു. അവരവരുടെ സാധനങ്ങൾ എടുക്കുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഇല്ലെങ്കിൽ ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള വിശേഷങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.